Hi everyone. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് CA ബിജോസ് കരിയർ സാറാണ്. He is a practicing chartered accountant and he is specializing in direct tax and indirect tax for the past 1 decade. He is also a corporate trainer and we are fortunate to have him here in Pocketx Academy as our mentor and visiting faculty. Welcome, sir. Thank you. How are you? I'm fine. How are you, sir? Good. Thank you for giving me this opportunity. We are very delighted to have you here, sir. So with 53% in SSLC and 61% in plus 2, how did you crack CA? What was your strategy? അത് ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്, പക്ഷേ എങ്കിലും ഞാൻ 1-2 സ്ട്രാറ്റജീസ് പറയാം. ഞാൻ എങ്ങനെയാണ് സാധാ ഒരു മാർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ക്ലിയർ ആയെന്ന്. അതിൽ പഠനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു സിമ്പിൾ സ്ട്രാറ്റജി എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നോർമലി ഒരു ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ബേസിക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ജേണൽ എൻട്രി എഴുതാൻ പഠിക്കും, പിന്നെ അത് വെച്ചിട്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പഠിക്കും, ഒരു ട്രയൽ ബാലൻസ്, എന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരും. അപ്പം ഇതിൻ്റെ ഓരോ പാർട്ടിലും നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പ്രോബ്ലങ്ങൾ ചെയ്യും. ചിലപ്പോൾ ഒരു വർഷം BCom നമ്മൾ പഠിക്കുന്നത് ചിലപ്പം ആ ഒരു ടോപ്പിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 6 മാസം. അപ്പം ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു സ്ട്രാറ്റജി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫുള്ള് പഠിക്കുക. ആ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ പല പ്രാവശ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സിമ്പിൾ സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അഡോപ്റ്റ് ചെയ്ത്. പിന്നെ രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പിള്ളേരോട് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യം അതാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കുറച്ചും കൂടെ സ്മാർട്ട് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ കൺസിസ്റ്റൻസിയാണ് ഈ പറയുന്ന ഏതൊരു പാരാമീറ്ററിനേക്കാളും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും ഒരു ആവശ്യമായ ഘടകമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിന് എനിക്കൊരു സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇഫ് യു ക്യാൻ സ്റ്റഡി 5 pages in a day, ഒരു 5 പേജ് നമുക്ക് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം കഴിയുമ്പം, അതായത് ഒരു 365 ദിവസം കഴിയുമ്പം നമുക്കൊരു 1600 അല്ലെങ്കിൽ ഒരു 1700 പേജസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരു 10 പേജ് നമുക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 minutes എവറി ഡേ നമ്മൾ നമ്മുടെ സ്റ്റഡീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000-3000 പേജസ് ഇക്വലൻ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പ്രൊഫഷണൽ കോഴ്സിൽ അല്ലെങ്കിൽ CA ഫൈനലിലൊക്കെ ആകെ കൂടി പഠിച്ചേക്കുന്ന പേജസ് എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 സ്ട്രാറ്റജി എവിടെയോ വെച്ച് എനിക്ക് കിട്ടി. ആ 2 സ്ട്രാറ്റജി ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പായിട്ടുള്ളൊരു 2 സ്ട്രാറ്റജി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമുക്ക് ബോറടിക്കാതെ പഠിക്കാൻ പറ്റുക? സാറിന് എന്തെങ്കിലും ടിപ്സ് പറയാനായിട്ട് പറ്റുമെങ്കിൽ? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊക്കെ ഇനീഷ്യലി പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരുപാട് ബോറടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റഡീസ് മെത്തേഡ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എസ്പെഷ്യലി കൊമേഴ്സ് ഗ്രാജുവേറ്റുകളെ സംബന്ധിച്ച് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റ് നമ്മൾ ഡെയിലി ലൈഫിൽ കണക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ എപ്പോഴാണോ എൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്, അത് വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോൾ ഇറങ്ങുമ്പം നോർമലി ആ ഹൈവേ പാസ് ചെയ്ത് പോകുന്ന ഒരു ബസ് കാണാം. അത് കിറ്റെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബസ്സാണ്. അപ്പോൾ ആ ബസ്സിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ ഞാൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആലോചിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടാക്സ് സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് GSTയിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മോട്ടോർ വെഹിക്കിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു സ്പെഷ്യൽ പോയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന വെഹിക്കിൾ 13 സീറ്റിൽ കൂടുതലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഏതൊരു മൊമെൻറ്റിലാണോ നമ്മളൊരു ബസ് കാണുന്നത്, അപ്പം എൻ്റെ മനസ്സിലേക്ക് വരുന്ന തോട്ട് പ്രോസസ്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ 17(5) ഓഫ് CGST ആക്റ്റാണ്. അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ഇൻപുട്ട് എടുക്കാം. അപ്പം നമുക്ക് ഒരിക്കലും ആ കോൺസെപ്റ്റ് പിന്നെ മറക്കില്ല. കാരണം നമ്മളൊരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ചായ കുടിക്കാൻ പോകും. ഞങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് ബ്രേക്കിന് ചായ കുടിക്കാൻ വേണ്ടി പോകും. അപ്പോൾ നോർമലി ആ ചായക്കടയിൽ പോയി കഴിയുമ്പം അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കോമ്പോസിഷൻ ഡീലർ. അപ്പോൾ അതായത് GSTയിൽ ചെറുകിട ബിസിനസ്സുകാർക്കുള്ളൊരു ഓപ്ഷനാണ് ഈ കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ എന്നൊക്കെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടോ അന്നെല്ലാം നമ്മൾ പഠിച്ച ആ കോമ്പോസിഷൻ സ്കീമിൻ്റെ സബ്ജക്റ്റുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ഒരു സിമ്പിൾ സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് അത് എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഈ പലപ്പോഴും പിള്ളേർ പറയുന്നു അവർക്ക് ജോലി കിട്ടുന്നില്ലെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴാണോ നോളജിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയും മാർക്കും ഓട്ടോമാറ്റിക്കലി വരുമെന്നാണ് എനിക്കിത് ഇന്ന് പറയാനുള്ളത്. ഓക്കെ സർ, പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് ട്രെയിനിങ്ങും കോളേജിൽ നമ്മൾ പഠിക്കുന്ന തമ്മിൽ എങ്ങനെയാണ് ഒരു ഡിഫറൻസ്? ഇപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോളേജിലെ ഒരുപാട് സിലബസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളതിനൊരു ഡയറക്റ്റ് ആൻസർ അറിയാതെ ഞാനിത് നിങ്ങൾക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തരുവാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു കോളേജിൽ നിന്ന് പാസ് ഔട്ടായി, നമുക്കൊക്കെ എന്തിനാണ് കോളേജ് പഠിച്ചിട്ട് പ്രയോജനം?
ഡിഗ്രി കിട്ടിയിട്ടോ അല്ലെ മാർക്കൊന്നുമല്ല, അൾട്ടിമേറ്റ് നമ്മുടെയൊക്കെ ലക്ഷ്യം ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്കുള്ളൊരു എൻട്രിയാണ്. അപ്പോൾ നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ധാരണ വേണം. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു കോളേജ് പാസ് ഔട്ടായ ഒരാൾ, അയാൾ നാളെ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ GST നിയമം അനുസരിച്ച് അയാൾക്കൊരു ഇൻവോയ്സ് റേസ് ചെയ്യാൻ അറിയാവോ? അതല്ല, ആ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന് നാളെ ഒരു വലിയൊരു ലോൺ എടുക്കാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് പ്രൊപ്പോസൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉണ്ടോ? അതല്ല, അവരുടെ ഇയർലി മന്ത്ലി ടാക്സ് കംപ്ലയൻസുകൾ ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കോളേജ് പഠിച്ച ആൾക്കാർ അതിന് കേപ്പബിൾ അല്ല. അത് ചിലപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ പ്രശ്നമായിരിക്കില്ല, ആ ഫാക്കൽറ്റീസിൻ്റെയും പ്രശ്നമായിരിക്കില്ല, അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. വേറെ ഒരു കാര്യം, ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണെങ്കിലും അവർക്ക് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരിക്കില്ല. നമ്മുടെയൊക്കെ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ്, അത് റെഗുലർ ആയിട്ടുള്ള സ്റ്റാഫാണ്. അപ്പം റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന ഒരു 5 അല്ലെ 10% മാത്രമേ നമ്മുടെ റിയൽ ലൈഫിൽ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സർ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് ടാലി, GST ആൻഡ് ഇൻകം ടാക്സ് ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ? അതായത് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഓഫീസിലേക്ക് ആയിക്കോട്ടെ അല്ലെ വേറെ ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയോ പിള്ളേരുടെ മനസ്സിലൊരു തെറ്റായ ധാരണയുണ്ട്, നമുക്കൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വലിയൊരു വാല്യൂ അഡീഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിലിരുന്ന് കഴിയുമ്പം നമ്മൾ ഒരു സ്റ്റുഡൻസിൻ്റെയും സർട്ടിഫിക്കറ്റുകളല്ല പരിശോധിക്കുന്നത്, അവർക്ക് എന്ത് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെന്നാണ് നമ്മളതിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഫിനാൻസ് അക്കൗണ്ട്സ് റിലേറ്റഡ് ടോപ്പിക്കുകളിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ജനറൽ അക്കൗണ്ടിങ് അറിയാം, എന്ത് ജനറൽ ഫിനാൻസ് അറിയാമെന്ന് പറഞ്ഞാലും അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാനതൊരു എക്സാമ്പിളും കൂടെ കൂട്ടി പറയാം. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിലെ CEO ആണ്, അല്ലെങ്കിൽ CFO ആണ്, അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ട് ഓഫീസറായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യുകയാണെന്ന് കൂട്ടിക്കൂ. നിങ്ങളോടൊരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ചോദിക്കുകയാണ്, സാർ എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപയുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിനാൻസിലിരിക്കുന്ന ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ABCD അല്ലെ A to Z എൻട്രീസ് അറിയായിരിക്കും. പക്ഷേ ഇൻകം ടാക്സിൻ്റെ 269 ST എന്ന് പറയുന്ന പ്രൊവിഷൻ അനുസരിച്ച് ഒരു കാരണവശാലും ഒരു സ്ഥാപനത്തിന് 2 lakh rupees കൂടുതൽ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇന്ത്യയിൽ നമുക്ക് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ്, GST അല്ലെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ നോളജ് വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഓക്കെ സർ, BCom കഴിഞ്ഞാലുള്ളൊരു ഏറ്റവും കൂടുതൽ നമുക്കുള്ള കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വി ഷുഡ് ബി എക്സ്ട്രീംലി ഫോർച്ചുനേറ്റ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ഇതാണ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അതിന് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഏതൊരു സ്ഥാപനവും അതിൻ്റെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നത് അതിൽ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണ്. കാരണം ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ബേസ്ഡ് ആണ് അതിനെ സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഈവൻ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണെങ്കിലും അതിൻ്റെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഫിനാൻസിൻ്റെ ഒരു ബേസ് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് നല്ലൊരു ഹൃദയമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെ കേരളത്തിലുള്ള പാവപ്പെട്ട പിള്ളേരെ എല്ലാം പഠിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത് നല്ലൊരു ഹൃദയമാണ്. പക്ഷേ ഹൃദയം മാത്രം ഉണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നാളെ നിങ്ങൾക്ക് ഈ ഒരു ഇനീഷ്യേറ്റീവ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫിനാൻസ് പേഴ്സണാണ്. അതായത് അയാളുടെ കേപ്പബിലിറ്റി, എങ്ങനെ ഫണ്ട് റേസ് ചെയ്യും, എത്ര എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്താൽ മാത്രമേ ആ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ലോങ് ടൈമിൽ സസ്റ്റൈനബിൾ ആവുള്ളൂ. അപ്പം ഫിനാൻസ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ ഒരു കാരണവശാലും എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. കാരണം ഈ ലോകത്ത് ഏത് ഓർഗനൈസേഷൻ എടുത്താലും, അതിപ്പോൾ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ട്രേഡിംഗ് സ്ഥാപനം ആയിക്കോട്ടെ, സർവീസ് സ്ഥാപനം ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് സ്ഥാപനം ആയിക്കോട്ടെ, അവിടെ എല്ലാം എന്തുണ്ട്, ഒരു അക്കൗണ്ടൻറ്റ് റോളുണ്ട്, അല്ലെ ഫിനാൻസ് റിലേറ്റഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് ഇങ്ങനെയുള്ള BCom അല്ലെങ്കിൽ MCom കോളേജ് കഴിഞ്ഞ് വരുന്ന പിള്ളേരോട് പറയാനുള്ളൊരു
മെസ്സേജ് എന്ന് പറയുന്നത്. സാർ, ഇപ്പോൾ എ ഐയുടെയും ഓട്ടോമേഷൻ്റെയും കാലമാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അക്കൗണ്ടിങ് ഒരു സെക്യൂർ കരിയറായിട്ട് നിൽക്കുന്നത്? അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് സ്റ്റുഡൻസിൻ്റെ കയ്യിലും അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിലുള്ള എല്ലാ ഡിസ്കഷനുകളും ഒന്നാണ്, എ ഐ വരും, ആൾക്കാരുടെ ജോലി പോകും. അതിനെനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ള ആൻസറേ ഉള്ളൂ. നമ്മളൊരു 1900 ഒരു 10-30 വർഷം മുമ്പ് പുറകോട്ടൊന്ന് പോവാം. അന്ന് നമുക്കറിയാൻ പറ്റും, ലോകത്ത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു ഇറ വന്ന ഒരു കാലമാണ്. അന്ന് കമ്പ്യൂട്ടർ ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കമ്പ്യൂട്ടർ വന്നു എന്നോർത്ത് നമ്മുടെ ജോലി പോയോ? ഇല്ല. ഇന്ന് ഇപ്പം ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കമ്പ്യൂട്ടർ വന്നുകൊണ്ട് അവരുടെ ജോലി പോയില്ല. പക്ഷേ ഈ വന്ന കമ്പ്യൂട്ടർ അല്ലെ ആ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു കാണും? അങ്ങനെയുള്ളവരുടെ ജോലി പോയി. അപ്പം ഇതൊരു ലോകത്തിൻ്റെ ഒരു പ്രതിഭാസമാണ്. ടെക്നോളജികൾ വരും, ഇന്നോവേഷൻസ് വരും. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എ ഐ പോലെയുള്ള ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ടൂളുകൾ വെച്ചിട്ട് നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക, നമ്മൾ അതനുസരിച്ച് അഡോപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇതിലൊന്നും നമ്മുടെ ജോലി അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പോകാൻ ഒരു സാധ്യതയില്ല. അത് ശരിക്കും നമ്മുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണം. അപ്പം നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. ഓക്കെ സർ, ഫ്രഷേഴ്സ് ഒരുപാട് പേര് ജോലി കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക അപ്ലൈ ചെയ്യുന്ന സമയത്ത്? ഈ പറയുന്നത് പല ആൾക്കാരും പറയുന്നതാണ്, ജോലിയില്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പം ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈയിടെ ഞാനൊരു റീസെൻ്റ്ലി ആർട്ടിക്കിൾ വായിച്ചാണ്. ആ ആർട്ടിക്കിൾ പറയുന്നത് 70% ആൾക്കാരും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജോലിക്ക് കേപ്പബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ അപ്രോച്ചാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയും പഠിക്കുക, എങ്ങനെയും പാസ് ഔട്ട് ആകുക, എന്നിട്ട് ജോലി മേടിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു നോളജിന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുതുന്ന കോമ്പറ്റേറ്റീവ് എക്സാം പാസ്സാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒരു കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഒരു എംകോം ഗ്രാജുവേറ്റ്സ് അവരിൽ നിന്ന് എന്താണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം അവരെന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ സ്റ്റഡി കാലത്ത് അല്ലെങ്കിൽ പഠനകാലത്ത് നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജോലി കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, എൻ്റെയൊക്കെ ഓഫീസിൽ ഒരുപാട് പേര് വരാറുണ്ട്, സാറേ ജോലിയില്ല. പക്ഷേ നമ്മളൊരു 5-8 ക്വസ്റ്റ്യൻസ് അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാവോ? അപ്പോൾ അവരുടെ ആൻസർ പലപ്പോഴും ഇല്ല എന്നാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 25,000, 30,000, 50,000 അല്ലെങ്കിൽ 1,00,000 എത്രയായിക്കോട്ടെ സാലറി. പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടേ, ഒരു സ്ഥാപനം നമ്മളെ റിക്രൂട്ട് ചെയ്യുമ്പം അവർ നമുക്കിപ്പോൾ 1,00,000 രൂപ സാലറി തരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഓർഗനൈസേഷന് കൊടുക്കേണ്ട ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡബിൾ, ട്രിപ്പിൾ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മുടെ അപ്രോച്ച് മാറ്റുകയും അതോടൊപ്പം ആ ഒരു ഓർഗനൈസേഷൻ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബുക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ലോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊപ്പോസൽസ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ GST കംപ്ലയൻസ് അത് റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിലും കുറവില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സർ, ഒരു CA ഫേമിൽ വർക്ക് ചെയ്യുന്നതും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അത് നോർമലി ഒരാൾ പാസ് ഔട്ടായി കഴിയുമ്പം അവർക്കുള്ളൊരു ഡിഫറൻറ്റ് ഏത് കരിയർ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരും. കോർപ്പറേറ്റ് കമ്പനികളിൽ പോകണോ അതോ ഒരു CA ഫേമിൽ പോകണോ? അപ്പോൾ അതിൽ എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ എന്നാന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മൾ ഒരു ഏരിയ മാത്രമാണ് നമ്മളെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ടാവുള്ളൂ. ചിലപ്പോൾ അതൊരു ജസ്റ്റ് ഒരു ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്ന ഒരു സ്ഥാപനമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതിമാത്രമായിരിക്കും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ വേറെ നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ഏരിയയിൽ ഒരു എക്സ്പോഷർ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഒരു ക്ലയൻറ്റിന് വേണ്ടി ടാലിയിൽ എൻട്രി ഇടുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ GST കംപ്ലയിൻസസ് ആയിരിക്കാം, TDS കംപ്ലയിൻസസ് ആയിരിക്കാം. നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓഡിറ്റിൽ പോകുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക്
ഒരുപാട് വെറൈറ്റി ഓഫ് ക്ലയൻറ്റ്, അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടും ഇപ്പോൾ ഒരു CEO ഓഫീസിൽ ജോയിൻ ചെയ്താൽ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. സർ, ഈ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് അക്കൗണ്ടിങ് പഠിക്കാനും അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യാനും പറ്റുന്നത്? അത് ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിൽ എനിക്ക് 53% മാർക്കും +2-ന് 61% മാർക്കേ ഉള്ളൂ. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പഠിത്തത്തിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത്. അതായത് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നവർ എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കണം. കാരണം അവർക്ക് ഒരു ബേസ് ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്ട്സാണ് കൊമേഴ്സ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു +1 +2 അല്ലെങ്കിൽ ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ബേസിക്സ് അക്കൗണ്ടിങ് അല്ലെ ടാക്സേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബേസും വേണ്ടാതെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് ഈസ് എ കൊമേഴ്സ് സബ്ജക്റ്റ്. സയൻസ് സബ്ജക്റ്റുകൾ അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് അത്യാവശ്യം +1 +2 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കുറേയേറെ ബേസിക്സ് ഉണ്ടെങ്കിലേ ചിലപ്പോൾ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൊമേഴ്സ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസും ഇല്ലാത്തവർക്കും പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് കൊമേഴ്സ് സബ്ജക്ട്സ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതോടൊപ്പം തന്നെ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്, പിള്ളേരോട് എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി, നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക്. 10ാം ക്ലാസ്സിലെ മാർക്ക് ഇറ്റ് ഈസ് ഓൺലി ആൻ എൻട്രി ഫോർ നെക്സ്റ്റ് ലെവൽ വിച്ച് ഇസ് ഫോർ +1 ആൻഡ് +2. +1 ആൻഡ് +2ലെ മാർക്ക് നിങ്ങൾക്ക് എത്രയോ ഉണ്ട്, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അത് ഇറ്റ് ഈസ് ഓൺലി ആൻ എൻട്രി ഫോർ ദ നെക്സ്റ്റ് ലെവൽ. അപ്പോൾ നിങ്ങൾ ഇഫ് യു വാണ്ടഡ് ടു ബി സക്സസ്ഫുൾ ഇൻ ദി പ്രൊഫഷൻ അല്ലെങ്കിൽ സ്റ്റഡീസിൽ ഏറ്റവും അവസാനം പഠിക്കുന്ന കോഴ്സ് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ മതി. അതായിരിക്കും നിങ്ങളുടെ കരിയർ ടേൺ ചെയ്യാൻ പോകുന്നത്. അതെൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബേസ് ഇല്ലാത്തവർക്കും ഞാൻ കണ്ടുകൊണ്ട് ഒരുപാട് സയൻസ് സ്റ്റുഡൻസ് അവർ കൊമേഴ്സിലേക്ക് വന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ A to Z നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. BCom അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ പറയുന്ന കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ സർ, പോക്കറ്റ് ടാക്സ് അക്കാഡമി എങ്ങനെയാണ് സ്റ്റുഡൻസിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക? അതായത് ഗ്രാജുവേഷനും +2 കഴിഞ്ഞ് ഫുൾ ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് എങ്ങനെ പോക്കറ്റ് ടാക്സ് അക്കാഡമി ഹെൽപ്പ് ചെയ്യും? അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓൾറെഡി പറഞ്ഞ 1-2 ആൻസർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഒരു +2 അല്ലെ BCom ഒക്കെ കഴിഞ്ഞ ആൾക്കാർ ഡയറക്റ്റ്ലി ഒരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം ഒരു ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കും. ഈ പോക്കറ്റ് ടാക്സ് അക്കാദമി ഞാൻ അവരെ നേരിട്ട് അറിയുന്നതാണ്. അവരുടെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് മനസ്സിലായെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, അവിടെ റിയൽ ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമാണ്. അപ്പോൾ അവരുമായിട്ടൊരു ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പം ഒരു ഡേ ടു ഡേ ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പ്രാക്ടിക്കലി ചെയ്യുന്നത് അതിനുള്ള എല്ലാ എക്സ്പീരിയൻസുമാണ് ശരിക്കും അവർക്ക് ആ ഒരു വൺ റൂഫിൽ കിട്ടുന്നത്. അപ്പോൾ അത് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനെയും പ്രാക്ടിക്കലി അവരുടെ നോളജ് ഡെവലപ്മെൻറ്റിനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സർ, ഹൗ ലോങ് ഡസ് ഇറ്റ് റിയലി ടേക്ക് ടു ബിക്കം ജോബ് റെഡി ഇൻ അക്കൗണ്ടിങ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മളൊരു തിയറി ആൻസർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളൊരു സബ്ജക്റ്റ് ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതൊരു ലൈഫ് ലോങ് ലേണിംഗ് ആക്കി മാറ്റുക. ഇപ്പം നമ്മൾ വെസ്റ്റേണിലുള്ള ആൾക്കാർ, പല പല കമ്പനികളുടെയും ഏറ്റവും ടോപ്പ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാർ, അവർ പലപ്പോഴും പ്രൗഡായിട്ട് പറയുന്നുണ്ട് വി വെർ ഓൾ ഡ്രോപ്പ് ഔട്ട്. പക്ഷേ അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നാണ്, കോളേജ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്, എന്താണോ കോളേജുകാർക്ക് വേണ്ടത് അതാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലായോ? പക്ഷേ അവരെന്താ ചെയ്തത്, അവർക്ക് അതല്ല വേണ്ടേ, എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് പഠിക്കാൻ അവർ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് അവർ സക്സസ് ആയത്. അപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് ആ ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടും. ഇപ്പം ഇങ്ങനെ ഒരു ചോദിച്ച സ്ഥിതിക്ക് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തെ ഒരു എക്സ്പീരിയൻസ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സർ, സ്റ്റുഡൻസിന് എങ്ങനെ ഫ്രീലാൻസിങ്ങും സൈഡ് ഹസ്ലിങ്ങും അക്കൗണ്ടിങ്ങിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് ഓർഗനൈസേഷനിലും ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കാറ്റഗറിയാണ് കൊമേഴ്സ് സ്റ്റുഡൻസ് പറയുന്നത്. അതൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ഓഫീസ് ആയിക്കോട്ടെ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആയിക്കോട്ടെ, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവൻ്റ് നടക്കുന്ന സ്ഥലമായിക്കോട്ടെ, ഇവിടെയെല്ലാം ദെയർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എൻ അക്കൗണ്ടൻറ്റ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരുപാട് ഫ്രീലാൻസ് വർക്കുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് ചെറുകിട ബിസിനസ്സുകാരുണ്ട്. അവർക്കൊന്നും റെഗുലറായിട്ടൊരു അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, GST കംപ്ലയിൻസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ പാരലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ ഉള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന്
അവസരം കിട്ടുന്നത്. So what is your advice to these commerce students? എൻ്റെ അഡ്വൈസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സർട്ടിഫിക്കറ്റിനൊന്നുമല്ല കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. നമ്മൾ എപ്പോഴാണ് നോളജിന് വേണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ പരീക്ഷയുടെ കാലമായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കിന് വേണ്ടി കുറേയേറെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ബാക്കി സമയങ്ങളെല്ലാം നമ്മൾ നോളജിന് വേണ്ടി പഠിക്കുക. നാളെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ എന്താണ് കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് അല്ലെ കോർപ്പറേറ്റ് കമ്പനികൾ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെയുള്ളൊരു പ്രാക്ടിക്കൽ ലേണിംഗ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കാണാതെ പഠിച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. ചിലപ്പോൾ നമുക്ക് മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ഗുണം കിട്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ പരീക്ഷാ കാലങ്ങളാകുമ്പോൾ മാത്രം പഠിക്കാതെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെയിലി എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് നോളജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ഒരു പോസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് എനിക്ക് പുതിയ നെക്സ്റ്റ് ജനറേഷനോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. സർ, ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ ക്ലാസ്, മെൻറ്ററുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്ത് പഠിക്കുന്നതും ഓൺലൈൻ ക്ലാസ് തമ്മിൽ എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതായത് നമുക്കൊരിക്കലും ഒരു പ്രാക്ടിക്കൽ കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡൗട്ട്. കാരണം അതിന് ഇതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതൊരു ടാക്സ് റിലേറ്റഡ് സബ്ജക്റ്റുകളാണ്. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ട് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ചിലപ്പോൾ അവരുടെ ബിസിനസ് തന്നെ നിർത്തിപ്പോണ്ടതിന് കാരണം അവർ കംപ്ലയിൻസി വരുത്തിയ പോരായ്മകളാണ്. അപ്പോൾ അത് നമ്മൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റും കൂടിയാണ്. അപ്പോൾ ഈ ഓൺലൈനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ ഇൻഫർമേഷൻസുകൾ കിട്ടും. പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നവും കൂടിയുണ്ട്. ഈ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷേ അതായിരിക്കില്ല കറണ്ടിലെ ഉള്ള ഇൻകം ടാക്സ് അല്ലെങ്കിൽ GSTയിലെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അപ്പം അപ് ടു ഡേറ്റ് ആസ് ഓഫ് നോ എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നതെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു സ്ട്രക്ചേർഡായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഓൺലൈനിൽ ചെയ്യുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ടാക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. Sir, as a visiting faculty and a mentor at Pocketx Academy, how can you describe Pocketx Academy? ഞാൻ അവരുടെ സിലബസ് കണ്ടു, ഞാനത് തറവായിട്ട് റിവ്യൂ ചെയ്തു. എൻ്റേതായ ഇൻപുട്ടുകൾ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി ഈ ഒരു കോഴ്സിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 100% ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. എന്ന് പറഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒരു അക്കാദമി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും അതിൻ്റേതായ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരാഗ്രഹമുണ്ട്, നമുക്കത് പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും തന്നെ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബേസിക്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ്, മാനുവലി നമുക്ക് എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് തിയറി മാത്രമല്ല. നമ്മൾ ആദ്യം 1-2 ക്ലാസ് കഴിയുമ്പോൾ തന്നെ അതെങ്ങനെയാണ് റിയൽ ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മളൊരു ഇൻവോയ്സ് റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ റേസ് ചെയ്യുന്ന ഇൻവോയ്സ് GST പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഇൻവോയ്സുകൾ, അതെങ്ങനെ GSTയിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ അതൊരു സ്റ്റോറി പോലെയാണ്. അതാണ് ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇവരിവിടെ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് സർ, ദാറ്റ് വാസ് റിയലി ആൻ അമേസിങ് സെഷൻ. അക്കൗണ്ടിങ് കരിയറായി ചൂസ് ചെയ്യുന്നവർക്ക് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സെഷനാണ് സാർ എടുത്തത്. വളരെ ക്ലാരിറ്റി ആൻഡ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. And that's a wrap. Stay tuned with Pocketx Academy because your career deserves clarity.